എറണാകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാർ ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പിടിയിലായിരിക്കുന്നു. കൊല്ലത്ത് നിന്നാണ് ഷംനാദ്, ഇർഷാദ് എന്നിവർ പിടിയിലായത്. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ASI PN സന്തോഷിനാണ് പരിക്കേറ്റത്. ബോണറ്റിലേക്ക് വീണ സന്തോഷുമായി കാർ മുന്നോട്ട് പായുകയും ബ്രേക്ക് ഇട്ടതോടെ തെറിച്ചു വീഴുകയുമായിരുന്നു. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ ബോണറ്റിലേക്ക് ASI വീണിട്ടും അതുമായി ഏതാണ്ട് കുറച്ച് ദൂരം ഈ വാഹനം ഓടിക്കുകയും പിന്നീട് ബ്രേക്ക് ഇടുമ്പോഴാണ് അദ്ദേഹം തെറിച്ച് വീഴുകയും ഒക്കെ ചെയ്തത്. സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും പ്രതികൾ പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? രണിക, എന്നാലും വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അമിത വേഗതയിലാണ് ആ വാഹനം പോയത്. ആദ്യം ഒന്ന് സ്ലോ ചെയ്ത് പിന്നീട് പോലീസ് കൈ കാണിച്ച് അതിലേക്ക് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടാണ് ഇവർ വീണ്ടും വാഹനം വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോയത്. ASI ബോണറ്റിലേക്ക് വീഴുകയും പിന്നീട് ഒരു 220 മീറ്ററോളം അദ്ദേഹത്തെ കൊണ്ട് ആ വാഹനം പോയി. പിന്നീട് അദ്ദേഹം തെറിച്ചു വീഴുകയായിരുന്നു. കൈക്കും കാലിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലത്ത് നിന്നാണ് ഈ വാഹനവും പ്രതികളെ പിടികൂടിയത്. രണ്ടുപേരെ പിടികൂടി. ഷംനാദ്, ഇർഷാദ് ഇവർ രണ്ടുപേരെയാണ് പിടികൂടിയത്. എന്തിനാണ് ഇവർ പോലീസിനെ കണ്ട് വണ്ടി നിർത്താതെ അമിത വേഗത്തിൽ പാഞ്ഞത് എന്നാണ് പോലീസ് തിരക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഇവർ ഇങ്ങനെ വാഹനം നിർത്താതെ പോകാൻ കാരണമെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ്, നമുക്കറിയാം കൊച്ചിയിലെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് പെട്രോളിംഗ് രാത്രിയിലും പകലും ശക്തമാക്കിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പെട്രോളിങ്ങിനിടയിലാണ് ഇത്തരത്തിൽ അസാധാരണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കലൂർ ഭാഗത്ത് വെച്ചായിരുന്നു നോർത്ത് പോലീസിന്റെ സംഘമായിരുന്നു അവിടെ പരിശോധന നടത്തിയിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വാഹനം വരുന്നത് കണ്ട് പോലീസ് കൈ കാണിച്ചു. നമുക്ക് അവിടെ ഒരു ബാരിക്കേഡ് വരെ വെച്ചിരിക്കുന്നത് കാണാം. പോലീസ് കൈ കാണിച്ചിട്ടും ഇത് ആദ്യം നിർത്തിയെങ്കിലും പിന്നീട് അമിത വേഗതയിലെടുക്കും. പെട്ടെന്ന് തന്നെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി. അപ്പോഴാണ് ഈ ASI ബോണറ്റിലേക്ക് വീഴുകയും അവിടെ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ അല്പസമയത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. ഈ വാഹനം ഉൾപ്പെടെയാണോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ ഏതെങ്കിലും തരത്തിൽ ലഹരി പദാർത്ഥങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നോ വാഹനത്തിൽ എന്നത് സംശയിച്ചിരുന്നു. വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? പോലീസ് എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഇവർ വാഹനം നിർത്താതെ പോയത്? ഇനി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ലഹരി വാഹനത്തിലുണ്ടായിരുന്നോ? ഇതെല്ലാം പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം ഉൾപ്പെടെയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇവരിതിനെ നിർത്താതെ പോയപ്പോൾ തന്നെ പോലീസ് എല്ലാ കൺട്രോൾ റൂമുകളിലും ഈ സന്ദേശം അയച്ചിരുന്നു. പിന്നീട് ഇവർ കടന്നുപോയ ഭാഗങ്ങളിലെ CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ വാഹനവും അതോടൊപ്പം തന്നെ വാഹനത്തിലെ നമ്പർ പ്ലേറ്റും അടക്കം പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതികളിലേക്ക് എത്തിയത്. കൊല്ലത്ത് നിന്നുമാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഉടനെ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് ഇവർ വാഹനം നിർത്താതെ പോയതിന്റെ ഒരു ഉത്തരം തരാൻ കഴിയുകയുള്ളൂ. എന്നാലും പോലീസ് പറയുന്നതനുസരിച്ച് അസ്വാഭാവികമായിട്ട് എന്തോ ഇവരുടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഒളിക്കാൻ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഭയന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത്. ASIക്ക് എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. രേണുക. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വധശ്രമം, ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു ബൊലേനോ കാറായിരുന്നു. ആ കാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇവർ വാഹനം നിർത്താതെ പോയി തുടങ്ങിയ വിവരങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരാനുണ്ട്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.